ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് പുതിയ വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്, ഒരു ഷോർട്ട് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, അതായത് ദിവസം എങ്ങനെയാണ് ഒരു ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എസ്പെഷ്യലി തുടക്കക്കാർക്ക് വേണ്ടിയാണ്. നമ്മൾ ഷെയർ ട്രേഡിങ്ങിൽ ഷെയർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അത് ബൈ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, സെൽ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ ഷെയർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ആ കിട്ടിയ ലാഭം നമുക്ക് എവിടെ കാണും, എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ കാണുക, ഇതുപോലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് വരാം, അല്ലെങ്കിൽ കമൻ്റ് ഇടാം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ ഷോട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനിത് ഇന്നലെ ആഗസ്റ്റ് 14 ട്രേഡ് ചെയ്തതിൻ്റെ ഷോർട്സാണ് നിങ്ങളെ കാണിക്കുന്നത്. HIL ഇൻസ്റ്റൻ എറൗണ്ട് ലിമിറ്റഡ് ആണ്. 1135.45 സ്പോട്ട് റേറ്റ് ഉണ്ടായിരുന്നത്. ഇതെൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകളുടെ നമ്പറുകളാണ്. ഏകദേശം പോർട്ട്ഫോളിയോ അല്ല, എൻ്റെ സ്ക്രീനിൻ്റെ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ DBFS ആണ്, ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഞാൻ അവരുടെ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വിറ്റ് വാങ്ങിയ ഷെയറുകളാണ്. HIL ഏകദേശം 240 ക്വാണ്ടിറ്റി വാങ്ങി 40 ക്വാണ്ടിറ്റി വിറ്റിട്ടുണ്ട്. 3300 രൂപയോളം ഇന്നലെ എനിക്ക് ഹാഫ് ആൻ അവറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയതും വിറ്റതുമായ റേറ്റുകളാണ്. 50 എണ്ണം 1310 വാങ്ങി 1327 വിറ്റു. ദെൻ പിന്നെ 1305 വാങ്ങി 318 വിറ്റു. 1330 വിറ്റു. അപ്പം അതുപോലെ ഗൾഫ് ഓയിലാണ്. ഗൾഫ് ഓയിൽ ഇന്നലെ ഞാൻ വാങ്ങിയതായിരുന്നു. ഇന്നലെ 319 വാങ്ങി ഡെലിവറി ഫോമിൽ വാങ്ങി. ഇന്ന് ഏകദേശം 354 വിറ്റതാണ്. അതിലും മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇൻട്രാഡേ എന്ന് പറഞ്ഞ ട്രേഡിംഗ് അപ്പോൾ റിസ്ക്കാണ്, സൂക്ഷിക്കുക മാക്സിമം. ഡെലിവറി ഫോമിൽ തന്നെ മാക്സിമം ഷെയർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻട്രാഡേ ചെയ്യുന്നതിൽ മാക്സിമം ഒരുപാട് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം, ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള ഷെയർസ് മാത്രം സെലക്ട് ചെയ്യുക. കുറച്ച് നാൾ പഠിക്കുക. പഠിച്ച് മൂവ്മെൻറ്റുകളൊക്കെ പഠിക്കുക. ഒരു ദിവസത്തെ മാക്സിമം വരുന്നുണ്ട്. മാക്സിമം ഡൗണിലേക്ക് എത്ര വേണമെന്ന് പഠിക്കാൻ ശ്രമിക്കുക. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള ഷെയർ മാത്രം വാങ്ങുക. ഇതിപ്പം HIL എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ്. മോശമല്ലാത്ത മാർക്കറ്റിൽ ബുള്ളിഷ് ട്രെൻഡാണ് ഇതിന് പറയുന്നത്. 1500-600 രൂപ വരെ പോകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം 1335. അതുപോലെ ഇന്നലെ ഞാൻ വാങ്ങിയതിന് ശേഷം ഇത് ഏകദേശം വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ ഏകദേശം 100 രൂപ താഴോട്ട് ഇറങ്ങിയിട്ട് 1702 വരെ ഇന്നലെ ലോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പം എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബൈൻ്റെ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റാണ് ഇതിലുള്ളത്. ക്യാഷ്, അതിൽ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി എന്ന് റേറ്റ് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഉള്ളത് ഈ റേറ്റുകളാണ്. ഇതൊക്കെയാണ് ഷെയർ. DLF, BHEL, ACC, McDowell, ഫോർട്ടീസ്, വോൾട്ടാസ്, ഗ്രാനുൾസ്. ഗൾഫ് ഓയിൽ ഇത് 642.30 ഇപ്പോൾ ഉള്ളത്. ഇന്ന് 16% അപ്പാണ്, 16 രൂപ അപ്പാണ്. അതായത് 2.67% ആഗസ്റ്റ് 14 പ്ലസ് ആയിരുന്നു. അപ്പം ഇതാണ് DBFSൻ്റെ ഇത് എഴുതുന്നത്. ഇപ്പം ഗൾഫ് ഓയിലിൻ്റെ വീണ്ടും കാണിക്കുകയാണ്. അപ്പം പ്രസ്റ്റീജ് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്. അപ്പോൾ മാക്സിമം ഡെലിവറി ഫോമിൽ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഷെയറുകൾ പഠിക്കുക. ഇത് മുത്തൂറ്റ് ഫിൻ 1217, ഏകദേശം 38 രൂപ അപ്പാണ് ഇന്നലേക്ക് മിനിയാന്ന് ടു ഇന്നലെ ഉണ്ടായിരുന്നത്, ഇന്നേക്ക് ഉണ്ടായിരുന്നത്. BPCL, റിലയൻസ്. ഈ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിനെയും, ബ്ലൂ കളറിലുള്ളത് മാർക്കറ്റ് അപ്പിനെയും കാണിക്കുന്നു. ഇത് ഓരോ ബിന്ദ് ഫാർമയാണ്. 885.95. ഏകദേശം 950 ഉണ്ടായിരുന്നു. ഇതൊക്കെ 1100 ടാർഗറ്റ് പറയുന്ന ഷെയറുകളാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു എക്സ്പേർട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ കുറച്ച് വർഷത്തോളം ഷെയർ മാർക്കറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 വർഷം. അതിൻ്റെ എക്സ്പീരിയൻസിൽ മാത്രം പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ മാക്സിമം ഷെയർ പഠിക്കുക, വായിച്ച് വളരുക. ഓരോ ദിവസം കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. ഷെയർ ഒരു ദിവസം സെലക്റ്റീവ് ഷെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എത്ര മാക്സിമം പോകുന്നുണ്ട് എന്നൊക്കെ പഠിക്കുക. ഇതായി ഇന്നലെ HILൻ്റെ ഗ്രാഫാണ്. ഇത്രയും ഡൗണിൽ നിന്ന് ടോപ്പിലേക്ക് കയറി അതേപോലെ ഇറങ്ങിയത് ഇങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പം ഏകദേശം 200 രൂപയോളം ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ്, ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത്രയും പൈസ അടിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് അത് 1315 വന്നിട്ടുണ്ടായിരുന്നു ഷെയർ.
അപ്പം ഇൻട്രാഡേ എന്നുള്ളത് എപ്പോഴും റിസ്ക്കാണ്, പക്ഷേ പ്രോഫിറ്റബിളുമാണ്. മാക്സിമം ഷെയർ സെലക്ട് ചെയ്ത ഒരു 5-10 സെലക്ട്, നമ്മൾ അറിയാത്ത ഷെയറിൻ്റെ പിന്നാലെ പോയി വാങ്ങാതിരിക്കുക. നമ്മൾ മാർക്കറ്റിൽ അറിയുന്ന ഷെയറുകൾ മാത്രം വാങ്ങുക. ഇന്നലേക്ക് കണ്ട ഷെയറുകളുടെ പിന്നാലെ പോയി ബൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്.